നമ്മളിന്ന് റാഗിപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റാഗി ഇവിടെ എടുത്തു. അത് നന്നായിട്ടൊന്ന് പച്ചവെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് ഉപ്പിട്ട് കണ്ട് ഒന്നുകൂടി കഴുകി എടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി എടുക്കുക. അപ്പോൾ ഇനി നല്ല ഹോട്ടുള്ളൊരു പാത്രത്തേക്ക് ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഊരിക്കാണ്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് വെള്ളം ചോരാനും വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളം നന്നായിട്ട് ചോർന്നിട്ട് വേണം നമുക്കിത് പുട്ടുണ്ടാക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ഊറ്റിക്കാണ്ട് പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്കിവിടെ തേങ്ങ ചിരകാം. അപ്പോൾ നമ്മളിത് അവിടെ തേങ്ങ ചിരകിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തയ്യാറെടുക്കാം. അപ്പോൾ അവിടെ പുട്ടും കുറ്റി എടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ റാഗി അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെയും റാഗി ഇട്ട് കൊടുക്കുക. അങ്ങനെ 3 ലെയറായിട്ട് ആക്കിയെടുക്കുകയാണ്. പിന്നെ ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ നല്ല വിട്ട് നിൽക്കണതൊക്കെ കുറച്ചും കൂടി അടുത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വിട്ടായിരിക്കും. നമ്മളിത് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ പുട്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് കണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് പുട്ടും കുറ്റി വെച്ച് കണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അത് നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പുട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.